നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ എരുവേശി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് ചെമ്പേരി മിഡിലാക്കയം താമസിക്കുന്ന പുത്തൻകണ്ടത്തിൽ വർക്കി ദേവസ്യ എന്ന വ്യക്തിയെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്. ഭാര്യയും 4 കുട്ടികളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. ഇവർ രത്നഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവക അംഗങ്ങളാണ്. എൻ്റെ പേര് റോയി. എൻ്റെ ചേട്ടൻ വർക്കി ദേവസ്യ. ഞങ്ങളുടെ ദേശം കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി എന്ന സ്ഥലത്ത് മിഡിലാക്കയം രത്നഗിരി ഇടവകയാണ്. ഏരുവേശി പഞ്ചായത്തിലെ അംഗമാണ് ഞങ്ങൾ. എൻ്റെ ചേട്ടൻ ഞങ്ങൾ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ്. ചെറുപ്പം തൊട്ടേ ചേട്ടൻ ഒരു കൂലിപ്പണി എടുത്താണ് ആൾ ജീവിക്കുന്നത്. ആളുടെ ഭാര്യയും 4 മക്കളുമുണ്ട്. മക്കളടങ്ങുന്നതാണ് ആളുടെ കുടുംബം. 3 പെൺകുട്ടികളും ഒരാൺകൊച്ചുമാണ് ആൾക്കുള്ളത്. സാധാരണ കൂലിപ്പണി എടുത്താണ്, പ്രത്യേകിച്ച് വാർക്കപ്പണിയുടെ ഇതിനൊക്കെ പോയാണ് നിത്യമായിട്ട് വീട്ടിൽ ചിലവുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രായമായ അപ്പനും അമ്മയും ഉള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഞങ്ങൾ. ചേട്ടന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലി ചെയ്തിങ്ങനെ വായിൽ ഒരുപാട് ഇങ്ങനെ ഈ കുറച്ച് നാളുകളായിട്ട് പല്ലുവേദന വരാനായിട്ട് പല്ലുവേദന വന്നപ്പോൾ പല്ല് പറിക്കാനായിട്ട് ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം പല്ല് പറിച്ചിട്ട് പിന്നീട് അത് മുറിവ് ഉണങ്ങുന്നുണ്ടായില്ല. പെട്ടെന്നൊരു പല്ലുവേദന ഉണ്ടായതിനെ തുടർന്ന് ഡോക്ടറെ കണ്ട് പല്ല് പറിപ്പിച്ചു. 2 ആഴ്ച കഴിഞ്ഞിട്ടും മുറിവ് ഉണങ്ങിയില്ല. പഴുപ്പ് കൂടി വരികയും ചെയ്തു. അങ്ങനെ അവർ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഇവരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിട്ടു. അവിടെ നടത്തിയ സ്കാനിങ്ങിൽ നിന്നും മറ്റു ടെസ്റ്റുകളിൽ നിന്നുമാണ് ക്യാൻസർ എന്ന രോഗമാണെന്ന് ഇവർ ഞെട്ടലോടെ മനസ്സിലാക്കിയത്. മുറിവുണങ്ങാതെ വന്ന സമയത്ത് പിന്നീട് വീണ്ടും ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിലെ പരിയാരം എന്ന ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ ടെസ്റ്റിന് അയച്ച സമയത്ത് ക്യാൻസറാണെന്ന് തെളിഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ക്യാൻസർ വന്നപ്പോൾ അവർ നേരെ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വിട്ടു. പിന്നീട് മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് റഫർ ചെയ്യുകയും ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് ഓപ്പറേഷന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ എല്ലാം ചെയ്തു. 1 ലക്ഷത്തോളം രൂപ അതിന് ചിലവായി. മലബാർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് 4 ലക്ഷം രൂപയോളം വേണ്ടിവരുമെന്ന് പറഞ്ഞു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവരുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും തുക ഉണ്ടാവുക? ആ അവസരത്തിലാണ് ഇവർ ചികിത്സ തിരുവനന്തപുരം RCCയിലേക്ക് മാറ്റിയത്. അങ്ങനെ അവിടെ വെച്ച് ഇത് 4ാമത്തെ സ്റ്റേജാണെന്ന് പറയുകയും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫലമായി അവിടെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പോൾ ഏകദേശം 6 ലക്ഷം രൂപയോളം ആകുമെന്ന് അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കത് 3 ലക്ഷം രൂപ പിന്നീടുള്ള ചിലവുകൾക്ക് വേണ്ടി ആകും. ഓപ്പറേഷന് 3 ലക്ഷം, പിന്നീട് 3 ലക്ഷം രൂപ പിന്നീടുള്ള ചിലവുകൾക്ക് ആകുമെന്നിങ്ങനെ പറഞ്ഞപ്പോഴും നമുക്കത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരം RCC പോവുകയും അവിടെ വെച്ച് ബ്ലഡ് ടെസ്റ്റുകൾ നടത്തുകയും തുടർന്ന് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. 2-3 പ്രാവശ്യമായി നൽകിയ കീമോയ്ക്ക് ശേഷം ഓപ്പറേഷൻ തീയതി നിശ്ചയിക്കുകയും അതിനെ തുടർന്ന് കാരുണ്യ ചികിത്സാ സഹായം വഴി ലഭിച്ച തുകയും മറ്റു രീതികളിൽ സംഘടിപ്പിച്ച തുകയുമൊക്കെ കൊണ്ട് ഓപ്പറേഷൻ നടത്തുകയുമാണ് ഉണ്ടായത്. വീട്ടിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രായമായ അപ്പനാണ് ഉള്ളത്, പിന്നെ അമ്മച്ചിയുണ്ട്, മക്കളുമുണ്ട്. അപ്പോൾ ചാച്ചനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഇനി ആണെങ്കിലും
ഇദ്ദേഹം ഇനി ഒരു വർഷക്കാലം ചികിത്സയും കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ. അതുകൊണ്ട് ശാരീരികമായ ഒരുപാട് അവസ്ഥകൾ, ശരീര അസ്വസ്ഥതകൾ ഉണ്ട്, ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആളാണ് ഇദ്ദേഹം. ഇനി ഒത്തിരി ഇനി മുന്നോട്ട് ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഓപ്പറേഷന് ശേഷമുള്ള തുടർ ചികിത്സയ്ക്ക് നല്ല രീതിയിൽ പണം ചിലവുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനെ തുടർന്ന് കൂടിയാണ് ഇവർ ശമരിയനിൽ അപേക്ഷയുമായി എത്തിയത്. ഇദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഭാര്യയും 4 മക്കളും പ്രായമായ അപ്പനും അമ്മയും അടങ്ങിയതാണ് ഇവരുടെ കുടുംബം. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞോടുകൂടി ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികമായ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ചികിത്സയ്ക്കും ഇനി ധാരാളം പണം വേണം. പിന്നെ വീട്ടിലെ നിത്യമായ ചെലവുകൾക്കും ഉള്ള ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി ആവശ്യങ്ങളുണ്ട്. കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം ഇദ്ദേഹത്തിൻ്റെ തൊഴിലായിരുന്നു. ഇപ്പോൾ അതും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. 2 പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞു. ഇനി ഒരാളുടെ വിവാഹം നടത്തണം. മകൻ പഠിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ. എൻ്റെ പേര് സഞ്ജു, ഇതെൻ്റെ പപ്പയാണ്. ഞങ്ങൾ 4 മക്കളാണുള്ളത്. 2 പേരെ കല്യാണം കഴിഞ്ഞു. ഞാനും അനിയനും പഠിത്തം കഴിഞ്ഞിരിക്കുകയാണ്. പപ്പ കൂലിപ്പണി എടുത്താണ് ഞങ്ങൾ നോക്കിയിരുന്നത്. ഇപ്പം ഇങ്ങനെ അസുഖം വധിച്ച സാമ്പത്തികം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പപ്പയുടെ ഓപ്പറേഷന് വേണ്ടി ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇടവകയിൽ ഇങ്ങനെ പൈസ പിരിച്ചിട്ടാണ് ഓപ്പറേഷന് ഒക്കെ നടത്തിയത്. ഇനി മുന്നോട്ടുള്ള ഒരുപാട് ചികിത്സയ്ക്കായിട്ട് ഒരുപാട് പൈസ ചിലവുണ്ട്. ഇപ്പോൾ അന്നനാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനിയന്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സയ്ക്കായി പോകുന്നത്. തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുവാൻ നിവൃത്തിയില്ലാത്ത രോഗിയായ ഈ സഹോദരന്റെ അവസ്ഥ ഞങ്ങൾ ഗുഡ്നസ് TVയുടെ സുമനസ്സുകളായ പ്രേക്ഷക സമക്ഷം സമർപ്പിക്കുകയാണ്. ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ അന്നനാട് ചാലക്കുടിയാണ്. ഞാനിവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ വിവാഹം കഴിച്ചതും ഈ ചാലക്കുടി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ സുഖമില്ലാത്ത ഒരാളായതുകൊണ്ടും ഒരുപാട് നടക്കാൻ ബുദ്ധിമുട്ടും അങ്ങനെയുള്ള സന്ധിവാതത്തിൻ്റെ അസുഖമുള്ളത് കൊണ്ടുമാണ് ഞാനിവിടെ ചാലക്കുടിയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നത്. എൻ്റെ ചേട്ടൻ ഈ രോഗാവസ്ഥ വന്ന സമയത്ത് പുള്ളിക്ക് യാത്ര ചെയ്യാൻ, ഞങ്ങളുടെ വീട് കണ്ണൂർ ജില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ കുറേ ഉള്ളിലേക്കാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം കീമോ ചെയ്തിട്ടാണെങ്കിലും ഫസ്റ്റ് കീമോ ചെയ്ത സമയത്താണെങ്കിലും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ വീടാണ് വഴിയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഞങ്ങൾ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വഴികളൊന്നുമില്ല. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നടപ്പാതെയൊന്നുമില്ല. മറ്റുള്ളവരുടെ പറമ്പിക്കോടെയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. ഒരു ഇറക്കം ഇറങ്ങി വീട്ടിലേക്ക് വരണം. അപ്പോൾ അത് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ ചേട്ടന് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകിച്ച് ഈ രോഗാവസ്ഥയിലായിരുന്ന സമയത്തും കീമോ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്തിട്ടാണെങ്കിലും കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് RCCയിൽ നിന്ന് ഞങ്ങൾ ചികിത്സ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എൻ്റെ ഈ വീട്ടിലേക്ക്, ഞാൻ ഈ വാടകയ്ക്ക് താമസിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനിടയായത്. തുടർ ചികിത്സയ്ക്കാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പിന്നെ RCCയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ചികിത്സയ്ക്ക് വേണ്ട കുറേ സഹായങ്ങളൊക്കെ ചെയ്തത് എൻ്റെ ഇടവകയിലുള്ള നല്ലവരായ ആൾക്കാരുടെ ഒരു നല്ല മനസ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ചെയ്തത്. ഒത്തിരി പേര് പൈസ പിരിവെടുക്കുകയും ഞങ്ങളുടെ ഇടവകയിലുള്ള അച്ഛനായാലും ഞങ്ങളുടെ ഇടവകയിലുള്ള ജനമായാലും ഒത്തിരി അവർ വലിയ സ്നേഹത്തോടെ ഞങ്ങൾക്കുടെ കാര്യങ്ങൾക്ക് ഒത്തിരി സാമ്പത്തികമായിട്ട് പിരിവെടുത്ത് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ ചികിത്സയുടെ കാര്യത്തിനൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരം സ്വയം വഹിക്കേണ്ടയാൾ നിസ്സഹായനായി നിൽക്കുന്ന ഈ സ്ഥിതി വളരെ വേദനാജനകവും മനുഷ്യ മനസ്സിനെ വിഷമിപ്പിക്കുന്നതുമാണ്. എൻ്റെ പേര് ബേബി എന്നാണ്. എൻ്റെ ചേട്ടനാണിത്, ഭർത്താവിൻ്റെ ചേട്ടൻ. ഇപ്പം ചേട്ടന് ഇപ്പം ഓപ്പറേഷനെല്ലാം കഴിഞ്ഞിട്ട് നോക്കാനായിട്ട് ഇപ്പം ഒത്തിരി ഉള്ളിലോട്ട് കയറിയാണ് വീടൊക്കെ ഉള്ളത്.
അതുകൊണ്ട് ചേട്ടനെ അവിടെ നോക്കാനാണെങ്കിൽ വയസ്സായ അമ്മച്ചിയും ചാച്ചനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചേട്ടന് ചെയ്യാവുന്നൊരു സഹായം അത് ചേട്ടനെ നോക്കുക എന്നുള്ളത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലെങ്കിലും ചേട്ടനെ മുന്നോട്ട് ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരു സഹായം എന്നുള്ള ലെവലിൽ ഞങ്ങളിങ്ങനെ എന്താ പറയുക അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടനെ. ഇപ്പോൾ ഇനി തുടർന്നുള്ള ചികിത്സകൾ എന്ന് വെച്ചാൽ ചേട്ടന് ഇനി ഒരുപാട് ചികിത്സകളൊക്കെ ആവശ്യമായിട്ട് വരും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി ചെന്നിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനി ചെല്ലുമ്പോൾ ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാവരും ഉണ്ടാവും, സ്കാനിങ് അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്താ പറയണതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയും ചേട്ടന് ജോലിക്കൊന്നും പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊന്നും ഒക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ജോലിക്ക് പോകാനോ ചേട്ടൻ പണി ചെയ്താണ് വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന മക്കളുടെ കാര്യങ്ങളായാലും എല്ലാം. അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്നൊന്നും അറിയില്ല. ഇവരുടെ ജീവിതത്തിൽ പ്രത്യാശയേകുവാൻ നമ്മുടെ നന്മ പ്രവൃത്തികൾ കാരണമാകട്ടെ. ഇതിൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കാരണം ഒരുപാട് പേര് ഞങ്ങൾ സഹായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പേര് സഹായിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി മുന്നോട്ട് പോകണ ഇദ്ദേഹത്തിന് ഇനി ജോലി ചെയ്യാനൊന്നും ഇനി പറ്റത്തില്ല. കാരണം ഇനി ഒരു മകളെ കെട്ടിച്ചു വിടാനുണ്ട്. വീട്ടിൽ പ്രായമായ അപ്പനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ചിലവ് കൊണ്ടൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വാടകയ്ക്കാണ്. ഇവിടെ വാടകയ്ക്കായതുകൊണ്ട് എനിക്ക് ഒരു മകനും എൻ്റെ ഭാര്യയാണ് സുഖമില്ലാത്ത ഒരാളാണ്. ഇരുളിലാണ് ഇവർ തപ്പി തടയുന്നതെങ്കിലും പ്രത്യാശയുടെ ഒരു വെളിച്ചം അകലെ എവിടെയോ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഈ അവസ്ഥയിലും ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പം തന്നെയായാലും ചേട്ടന് ഒത്തിരി നൈറ്റൊക്കെ ആയാലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്താ പറയുക, ഉറക്കമൊന്നും ശരിയായിട്ട് വരുന്നില്ല. പിന്നെ അങ്ങനെ കുറേയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ചേട്ടൻ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള അടുത്ത് തന്നെ 3-ാം തീയതി ചേട്ടനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം. അന്നേരം ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഞെരുക്കങ്ങളുണ്ട്. ഈവൻ ഞങ്ങളുടെ വീട്ടിൽ പോലും ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുപോലെ എനിക്കായാലും തീരെ സുഖമില്ലാത്ത ഒരാളാണ്. നടുവിനൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്ത് കിടപ്പ് വിടുന്ന ഒരാളാണ് ഞാൻ. ദൈവകൃപ അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ചേട്ടനെ ഇങ്ങനെ ശുശ്രൂഷിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ദൈവം ഒരു കൃപ നൽകിയതുകൊണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുന്നു. സാമ്പത്തികമായിട്ടാണ് ഞങ്ങൾക്ക് ഏറെയും ബുദ്ധിമുട്ട്. ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ ഒരാൾ സഹായം അത് മാത്രമേ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ ചേട്ടന് വേണ്ടി ചെയ്യാൻ. അതല്ലാതെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കും ഇങ്ങനെ മെഡിസിൻസ് കാര്യങ്ങൾ എപ്പോഴും ഹോസ്പിറ്റലായിട്ടാണ്. ഞാനും അമല ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും മെഡിസിനോട് കൂടി തന്നെ ഞങ്ങളും മുന്നോട്ട് കൊണ്ടിരിക്കുന്നു. അതുപോലെ വയസ്സായ അമ്മയുണ്ട്, അമ്മയ്ക്കായാലും ചികിത്സ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് ചേട്ടന് വേണ്ടി അങ്ങനെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടൻ കൂടെ ഉണ്ടാകണമെന്ന് ഒരുപാട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ഞങ്ങളോടൊപ്പം ചേട്ടൻ ഉണ്ടാവണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ. അതുകൊണ്ട് ചേട്ടന് വേണ്ടി എന്തെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത് അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായിട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഞങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ദൈവം ഞങ്ങളെ സഹായിക്കും. അതുവരെ നല്ലവരായ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ഒരു കിരണം ഇവരുടെ പ്രതീക്ഷയായി നിൽക്കുമ്പോൾ ആ കിരണത്തിൻ്റെ കതിരുകളാകാൻ നമ്മുടെ ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് കഴിയട്ടെ എന്ന ആശംസയോടും അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ സസ്നേഹം ശമരിയൻ. ഞാനാണെങ്കിലും ചെറിയ വരുമാനത്തിലാണ് ജോലി ചെയ്യുന്നത്. സ്നേഹാലയം കാഞ്ഞങ്ങാടുള്ള സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാനാണെങ്കിലും എൻ്റെ ചെറിയ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ചേട്ടനെ സംബന്ധിച്ചോളം ചേട്ടൻ ഇനി മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്. കാരണം തുളച്ചികിത്സ ഇനിയും ഉണ്ട്. ഒരു വർഷത്തോളം തുളച്ചികിത്സകളുണ്ടാകും. പിന്നീടാണെങ്കിലും പുള്ളി ഇനിയൊരു ആരോഗ്യം വേണ്ടിയെടുത്ത് ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത
ഒരു സാഹചര്യമുണ്ട്. കാരണം നെഞ്ചിൻ്റെ അകത്തുനിന്ന് ഇതെടുത്തിട്ടാണ് ആളെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് തുടർ ഒരു ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പ്രായമായ അപ്പനുമുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഞങ്ങളൊരു കുടുംബമാണ്. അതിനാൽ അതുകൊണ്ട് നിങ്ങളുടെ വലിയ കാരുണ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളെ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ സഹായിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ പ്രഭ എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പ്രഭ കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. അവരുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇപ്പോൾ റിക്കവറി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിലാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് പ്രഭയുടെ മകള് അമൃതയാണ്. അവർ PC കോച്ചിങ്ങിനായിട്ട് പരീക്ഷയ്ക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മക്കളാണ് അവർക്കുണ്ടായിരുന്നത്. മൂത്തയാളെ കെട്ടിച്ചു വിട്ടു. രണ്ടാമത്തെ മകളാണ് അമൃത എന്ന് പറയുന്നത്. ഈ പ്രഭയുടെ ഭർത്താവിനും ഇതേ അസുഖം വന്ന് കൊറോണ കാലത്ത് മരിച്ചു പോകാനായിട്ട് ഇടയായി. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ രോഗം കൂടി അവരുടെ വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായത്. ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി ഗുഡ്നസ് TV അത് സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ധാരാളം ആളുകൾ വളരെ ഉദാരമായിട്ട് സഹകരിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1,30,000 രൂപ നമുക്കിപ്പോൾ പിരിച്ചു കിട്ടിയത്. തീർച്ചയായിട്ടും ഈ തുക ഇവർക്കിപ്പോൾ വളരെ ആവശ്യമുണ്ട്. ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല, മറിച്ച് തുടർന്നും ധാരാളം ചികിത്സ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവർക്ക് പണം ആവശ്യമുണ്ട്, തുടർ ചികിത്സയ്ക്ക് പണം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ തുക അവർക്ക് വളരെ ഉപകാരവും അത്യാവശ്യവുമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഗുഡ്നസ് TVയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഈ തുക ഞാനിപ്പോഴും അമൃതയ്ക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഗുഡ്നസ് TVയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സഹോദരിയെക്കുറിച്ച് നിങ്ങൾ അറിയാനായിട്ട് ഇടയായപ്പോൾ നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും തന്നെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഈ രോഗിയെ സഹായിക്കുന്നതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ്. നിങ്ങളെല്ലാവരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്, വലിയ സമ്പന്നരല്ല എന്നെനിക്ക് വളരെ ഉറപ്പുണ്ട്. പലരും അവർക്ക് പ്രതിമാസം കിട്ടുന്ന ക്ഷേമ പെൻഷനുകളിൽ നിന്നും മാറ്റിവെച്ചാണ് ഇത് തരാനായിട്ട് ഇടയായത് എന്നും എനിക്കറിയാം. അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതൽ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ആയുസ്സും ആരോഗ്യവും ധാരാളമായിട്ട് നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. ജോലി ചെയ്യുവാനായിട്ടുള്ള സന്നദ്ധതയും ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പണം കൊടുത്തത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ഈ പ്രഭ എന്ന സഹോദരിയെ നമുക്ക് പ്രത്യേകം ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് രോഗം മാറുന്നതിനും ആരോഗ്യത്തിലേക്കും കടന്നു വരുന്നതിനുള്ള അനുഗ്രഹം ദൈവം സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് നമുക്ക് ഈ സഹോദരിയെ ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് TVയുടെ നല്ലവരായ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ്നസ് TVയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ പേര് അമൃത. ഗുഡ്നസ് TVയിലെ സമരിയാൻ പ്രോഗ്രാമിലൂടെ എന്നെയും എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കായി സഹായിച്ച എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ അമ്മയുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും
നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു.